ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരുന്ന ഘട്ടങ്ങളിൽ 10th പ്രിലിംസ് എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളാണ് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, തമിഴകത്തിലെ ഐന്തിണകളിൽ കൃഷി ചെയ്തിരുന്ന പ്രദേശത്തെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കൃഷിഭൂമി മരുതം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മരുതം. മധ്യകാലഘട്ടത്തിൽ കേരളത്തിൽ വേണാട് എന്നറിയപ്പെട്ടിരുന്ന സ്വരൂപം ഏതാണ്? തിരുവിതാംകൂറാണ് വേണാട് എന്നറിയപ്പെട്ടിരുന്ന സ്വരൂപം. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? ആയില്യം തിരുനാളാണ് 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറുകാർക്ക് എന്നത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? മലയാളി മെമ്മോറിയൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. കണ്ണൂർ. കേരളത്തിൽ തെക്കൻ ഗയ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? തിരുനെല്ലിയാണ് കേരളത്തിൽ തെക്കൻ ഗയ എന്നറിയപ്പെടുന്ന സ്ഥലം. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കണ്ടുവരുന്ന ധാതു നിക്ഷേപം ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. ലിഗ്നൈറ്റ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? നിർഭയ എന്ന പദ്ധതിയാണ്. നിർഭയ. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര അപ്പാരന്റ് പാർക്ക് സ്ഥാപിച്ചത് എവിടെയാണ്? കേരളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര അപ്പാരന്റ് പാർക്ക് സ്ഥാപിച്ചത്. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ശ്രീനാരായണ ഗുരുവാണ് ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ്? NH-44 ആണ്. NH-44. അടുത്ത ചോദ്യം, കേരളത്തിലെ അന്തർദേശീയ വിമാനത്താവളങ്ങളുടെ എണ്ണം എത്രയാണ്? നിലവിൽ 4 എണ്ണമാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം, നെടുമ്പാശ്ശേരി, കരിപ്പൂര്, കണ്ണൂർ വിമാനത്താവളം. ഇങ്ങനെ 4 എണ്ണമാണ് കേരളത്തിൽ ഉള്ളത്. PSC മാറിയെങ്കിൽ നമ്മുടെ പഠനത്തിനും മാറ്റം അനിവാര്യമാണ്. പുതിയ പാറ്റേൺ ചോദ്യങ്ങളെ ഇനി ധൈര്യപൂർവ്വം നേരിടാൻ വേണ്ടിയിട്ട് അൺഅക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു കേരള PSC ന്യൂ പാറ്റേൺ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. അപ്പൊ ഈ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സും ഫ്രീ ആയിട്ട് തന്നെ കാണാവുന്നതാണ്. കൂടാതെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് 10% ഡിസ്കൗണ്ടും ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പൊ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്തൊക്കെയാണെന്ന് പറയാം. 18, 25 തീയതികളിൽ രാത്രി 8 മണിക്ക് 75 മിനിറ്റിൽ 50 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആണ്. ഓക്കെ. പിന്നെ അൺഅക്കാഡമിയിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഫ്രീ ആയിട്ട് തന്നെ കാണാവുന്നതാണ്. അത് അൺലോക്ക് ചെയ്യാനും ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. സ്പെഷ്യൽ ക്ലാസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലൈവായിട്ട് എഡ്യൂക്കേറ്റേഴ്സിന്റെ അടുത്ത് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റ് ലേണേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോൾസ് ഉണ്ട്. അതുപോലെ എവിടെ ഇരുന്നും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് സ്പെഷ്യൽ ക്ലാസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. ഇതെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കിട്ടത്തുള്ളൂ, അൺഅക്കാഡമി. അപ്പോൾ ഫ്രീ കണ്ടന്റ്സ് എല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. ബംഗാൾ ഗസറ്റ് ദിനപത്രം ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ബംഗാൾ ഗസറ്റ് ഇംഗ്ലീഷ് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഗുജറാത്ത് ആണ്. ഗുജറാത്ത്. കുംഭമേള ആഘോഷിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് ആണ്. പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം ഏത്? ലക്ഷദ്വീപ് ആണ്. ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖല ബാങ്ക് ഏത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്?
മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ഈ ഓപ്ഷനിൽ കറക്റ്റ് ആണ്, ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. കേന്ദ്ര ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം ഏത് മൃഗമാണ്? സിംഹമാണ്. 1917 ചമ്പാരനിൽ ഗാന്ധിജി ഏത് വിഭാഗം കർഷകരുടെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത്? നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം. ഒളിമ്പിക്സിൽ വനിതാ ബാഡ്മിന്റണിൽ വെള്ളി നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ആര്? പി.വി. സിന്ധു ആണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്ത വർഷം എന്നാണ്? 1931 ഗാന്ധിജി പങ്കെടുത്തത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനമായ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ് ആര്? സൂര്യസെൻ ആണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം എന്താ? ടൈമിലെ കറണ്ട് അഫെയർ ആയിരുന്നു. ഓക്കെ. കേരള സാഹിത്യ അക്കാദമി ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ? കെ സച്ചിദാനന്ദൻ. നേരത്തെ വൈശാഖനായിരുന്നു, ഇപ്പോ കെ സച്ചിദാനന്ദൻ. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന അരയ സമാജ സ്ഥാപകൻ ആര്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? കസ്റ്റംസ് തീരുവ യൂണിയൻ ലിസ്റ്റിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അയ്യപ്പൻ, കുഞ്ഞൻ പിള്ള എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അയ്യപ്പൻ, കുഞ്ഞൻ പിള്ള എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ഇന്ത്യയുടെ പൂർവതീര സമതലത്തിന്റെ തെക്കുഭാഗം അറിയപ്പെടുന്ന പേര് കോറമണ്ടൽ തീരം എന്നാണ്. ഉത്തരേന്ത്യയിൽ അതികഠിനമായ ചൂടിന് കാരണമാകുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ലൂ. ഭാഗീരഥി ഏത് ഇന്ത്യൻ നദിയുടെ പോഷക നദിയാണ്? ഭാഗീരഥി ഗംഗയുടെ പോഷക നദിയാണ്. ജോഗ് വെള്ളച്ചാട്ടം ദക്ഷിണേന്ത്യയിലെ ഏത് നദിയിലാണ്? ജോഗ് വെള്ളച്ചാട്ടം ശരാവതി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനം. ഇന്ത്യയിലെ പ്രധാന രാസവള ഉൽപാദക കേന്ദ്രം ഏത്? പിംബ്രിയാണ്. ഓർത്തിരിക്കുക, പിംബ്രിയാണ് ഇന്ത്യയിലെ പ്രധാന രാസവള ഉൽപാദന കേന്ദ്രം. ചെമ്പ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. നാഥുല ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? സിക്കിമിലാണ് നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിന് ഏത് രാജ്യത്തെയാണ് ഇന്ത്യ മാതൃകയാക്കിയിട്ടുള്ളത്? അമേരിക്ക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? അരുൺകുമാർ മിശ്രയാണ്. വിവരാവകാശ നിയമപ്രകാരം വ്യക്തിയെയോ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങൾ പൊതുവിവരാവകാശ ഉദ്യോഗസ്ഥൻ നൽകേണ്ട സമയപരിധി 48 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസമാണ് സമയപരിധി. ദേശീയ പട്ടികജാതി കമ്മീഷനിലെ നിലവിലുള്ള അംഗങ്ങളുടെ എണ്ണം എത്ര? 5. മറ്റൊരാളുടെ ഇമെയിൽ അഡ്രസ്സോ ഫോൺ നമ്പറോ മോഷ്ടിച്ച് അതുവഴി നടത്തുന്ന തട്ടിപ്പിലൂടെയുള്ള സൈബർ ക്രൈം
അറിയപ്പെടുന്ന പേരാണ് സ്പൂഫിംഗ്. സ്പൂഫിംഗ്. സൈബർ ടെററിസം തടയുന്നതിനുള്ള IT ആക്ടിലെ വകുപ്പ് ഏത്? 66F ആണ് സൈബർ ടെററിസം തടയുന്നതിനുള്ള IT ആക്ടിലെ വകുപ്പ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി സ്ഥാപിതമായ സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. സ്ത്രീ സുരക്ഷാ നിയമത്തിൽ സ്ത്രീകളെ മാനസികവും ശാരീരികവുമായ പീഡനത്തിനെതിരെ പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ്? 498 IPC ആണ്. നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ തടവിൽ വയ്ക്കുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? ഹേബിയസ് കോർപ്പസ് റിട്ടാണ്. ഹേബിയസ് കോർപ്പസ്. അടുത്ത ചോദ്യം, ചരക്ക് സേവന നികുതി ബില്ല് പാർലമെന്റ് പാസാക്കിയ വർഷം? 2016 ഓഗസ്റ്റിലാണ് GST ബില്ല് പാർലമെന്റ് പാസാക്കിയത്. കണ്ടൽ വനവിസ്തൃതിയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്ര? 1.3 സെക്കൻഡ് ആണ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം. ഔഷധ വിതരണ രംഗത്തെ വിദ്യാഭ്യാസ നിരീക്ഷണ സംവിധാനം അറിയപ്പെടുന്ന പേര് എന്ത്? ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ. ജീവനുള്ള ഗ്രഹത്തിനായി എന്ന ആപ്തവാക്യമുള്ള പരിസ്ഥിതി സംഘടന ഏതാണ്? WWF ആണ്. ജീവനുള്ള ഗ്രഹത്തിനായി എന്ന ആപ്തവാക്യമുള്ള പരിസ്ഥിതി സംഘടന. ISROയുടെ മേൽനോട്ടത്തിൽ അണ്ണാ യൂണിവേഴ്സിറ്റി നിർമ്മിച്ച കൃത്രിമ ഉപഗ്രഹമാണ് അനുസാറ്റ്. ഏതാണ്? അനുസാറ്റ് ആണ്. പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളി ഹോക്കി താരം ആര്? PR ശ്രീജേഷ്. PR ശ്രീജേഷ്. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം? 1946. 1946 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, കുണ്ടറ വിളംബരം നടന്ന വർഷം? കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ആണ്. 1809. ഉമാകേരളം രചിച്ചത് ആര്? ഉമാകേരളം രചിച്ചത് ഉള്ളൂർ S പരമേശ്വര അയ്യർ. ഉള്ളൂർ S പരമേശ്വര അയ്യർ. കേരള കാർഷിക സർവകലാശാല ആസ്ഥാനം എവിടെയാണ്? മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാല ആസ്ഥാനം. ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഹിമാചൽ പ്രദേശ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 അടുത്ത ചോദ്യം, ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? ലോക്സഭ സ്പീക്കർ ആണ്. ലോക്സഭ സ്പീക്കർ. ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? ധവള വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടത് വർഗീസ് കുര്യൻ. വർഗീസ് കുര്യൻ. കൗഡില്യൻ ആരുടെ കൊട്ടാരത്തിലെ മന്ത്രിയായിരുന്നു? കൗഡില്യൻ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലെ മന്ത്രിയായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഭിലായി ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് ആരംഭിച്ചത്? സോവിയറ്റ് യൂണിയന്റെ സഹകരണത്തോടെയാണ് ആരംഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ അതോറിറ്റി ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ അതോറിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തുമ്പയിലാണ്. തുമ്പ. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്?
പെടാത്തത് നാണയങ്ങൾ അച്ചടിച്ചിറക്കലാണ്. നോട്ട് അച്ചടിച്ചിറക്കൽ, ബാങ്കുകളുടെ ബാങ്ക്, വായ്പ നിയന്ത്രിക്കൽ, ഇതെല്ലാം റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളാണ്. ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന സ്ഥാപനം ഏതാണ്? അക്ഷയ കേന്ദ്രങ്ങൾ. അക്ഷയ കേന്ദ്രങ്ങളാണ് ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന സ്ഥാപനം. ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ് ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ പാളി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹരിതഗ്രഹവാതകം ഏത്? ഹരിതഗ്രഹവാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ എന്നാണ് കൊടുത്തത്. PSC അത് ഫൈനൽ ആൻസർ ആയിട്ട് കൊടുക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു ആണ്. ഏത് യൂറോപ്യന്മാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്? ഡച്ചുകാരുടെ സംഭാവനയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ കൃഷി മന്ത്രി ആരാണ്? ഇപ്പോൾ നിലവിൽ P. പ്രസാദ് ആണ്. P. പ്രസാദ്. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MK മേനോൻ ആണ്. MK മേനോൻ. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ ആണ് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കോളേജ് CMS കോളേജ് കോട്ടയമാണ്. CMS കോളേജ് കോട്ടയം. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി. റദ്ദ് ചെയ്തത് ആരാണ്? ഹാർഡിഞ്ച് പ്രഭു. ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? 2013 ആണ്. 2013. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ആലപ്പുഴയിലാണ് കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം. ജയ് ഹിന്ദ് ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസ്. മുന്നത്തെ ചോദ്യം 2010 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെ? അത് ഡൽഹിയിലാണ്. 2017 നടന്ന പരീക്ഷയാണെങ്കിൽ 2010 കാര്യമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓർത്തിരിക്കുക, 2010 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ഡൽഹിയിലാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. കേരളത്തിലെ ആദ്യത്തെ ധനമന്ത്രി ആരായിരുന്നു? C. അച്യുതമേനോൻ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? ശബരിഗിരി പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ല. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ധീര വനിത ആരാണ്? അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ധീര വനിത. ഇന്ത്യയിലെ പരോക്ഷ നികുതി ഇവയിൽ ഏതാണ്? ഇന്ത്യയിലെ പരോക്ഷ നികുതി സേവന നികുതി. സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ. സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏത്? സർവശിക്ഷ അഭിയാൻ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണ്? പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള. ഗോൾഡൻ ഫൈബർ ചണമാണ്. അറബിക്കടലിൽ പതിക്കുന്ന നദി ഏത്? അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് നർമ്മദ. നർമ്മദ നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. ഓക്കെ, അപ്പൊ 100 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.